സൂര്യനിൽ നിന്ന് പുത്രനുണ്ടാകുമെന്നുള്ളത് 100% സത്യമാണ്. എന്നടാ വളര നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നടാ പ്ലാന്? അതാണ്ടാ നാനും കേക്കറേ, എന്നടാ പ്ലാന്? സൂര്യനിൽ നിന്ന് പുത്രനുണ്ടാകുമെന്നുള്ളത് 100% സത്യമാണ്. അതെ, സൂര്യൻ വന്നിട്ട് ഇവിടെ എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു. അതെ ISROന്റെ ഫ്രണ്ടിന്റെ ചായക്കടേന്റെ സൈഡിലുള്ള ബിൽഡിംഗ് അത് ഇയാൾക്ക് കൊടുക്കാം, റിസർച്ച് ചെയ്യട്ടെ. ഞാൻ റിസർച്ച് സെന്ററിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അത് ഏതൊരു സ്ത്രീ അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരണം. സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ഇത്. ചില ദിവ്യഗർഭം ഇങ്ങനെ നാട്ടിലുണ്ടാവാറുണ്ട്. സൂര്യന്റെ പേര് പറയുന്നതേ ഉള്ളൂ. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടായിരുന്നു. ഇത് ഭാര്യ പറഞ്ഞ. നമ്മളിന്ന് നോക്കുന്നത് ദൈവവിശ്വാസികളെ വിദഗ്ധമായി പറ്റിക്കുന്ന കുറച്ച് ഹോൾസെയിൽ ഡീലേഴ്സിനെയാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. മൊബൈലിൻ്റെ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിപ്പാണ്. ചാണകം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓ, ടെക്നോളജിയാ ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണിത്. എന്തിനാ ചിപ്പ് മാത്രമാക്കിയേ? മൊബൈലും ചാണകം കൊണ്ട് ഉണ്ടാക്കാനില്ലേ? 200 രൂപയോ അത്രയും ചാണകത്തിന്? എന്തോ സ്നാപ്ഡ്രാഗന്റെ ചാണകമോ? വൃന്ദാവൻ മധുര. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ? മാറ്റമുണ്ട്. റേഡിയോയിൽ പറയും റേഡിയേഷൻ കുറവാണെന്ന്. കുറച്ച് ബോധം വെക്കാൻ ചാണകത്തിന് എന്തെങ്കിലും ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റും. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ ഇപ്പൊ കേട്ടോണം. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരില്ല. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഞാൻ കേട്ട ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. അയ്യോ, കർത്താവിന്റെ സൗണ്ടാ. സ്പീക്കറൊക്കെ ശരിയാക്കാം. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നീ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം, ഇത് കർത്താവല്ല, രാമൻ കർത്ത. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. കർത്താവ് അറിയാതെ കർത്താവിന്റെ വോയിസ് അവൻ റെക്കോർഡ് ചെയ്തു. ആരുടെയോ ഭർത്താവ് അയച്ച വോയിസേ കർത്താവാന്ന് പറയാം. എന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തലമുടിയുടെ കാര്യത്തില് നല്ലോണം ശ്രദ്ധിച്ച ഒരാൾ ആരാണെന്ന് എനക്കറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തിയായിട്ട് നടക്കും. മാത്രമല്ല ആ തലമുടിയിൽ റസൂലുള്ള എണ്ണ തേക്കുമായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലയിൽ തേക്കാൻ പറ്റിയ നല്ല ഒരു എണ്ണയെ കുറിച്ചിട്ട്. ഇതിന്റെ പേരാണ് ഹെയർ കെയർ ഓയിൽ. മാർക്കറ്റിംഗ്, ഹൈ ലെവൽ മാർക്കറ്റിംഗ്. BGM ഒക്കെ കേട്ടാൽ എന്തോ വചനം അവൻ പറയുന്നത് പോലെ നമുക്ക് തോന്നും. കൂടുതൽ അറിയാൻ ത്വയാസ് ഹെയർ കെയർ ഓയിലിന്റെ അക്കൗണ്ട് ഞാനിവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ അതാണ് അക്ഷയ് വ്ളോഗറിന്റെ ചാനൽ. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ബിസിനസിന്റെ മറ്റൊരു തലം. 2 തരം പപ്പടമാണ്. ഒന്ന് മേലേക്കാവിൽ അമ്മ പപ്പടം. നമ്പർ 1 പപ്പടം എന്ന് പറഞ്ഞാൽ മസ്ജിദിന്റെ പടമുള്ള പപ്പടം. പക്ഷേ ഇഫ് യു ലുക്ക് ക്ലോസ്, ഇത് രണ്ടും ഉണ്ടാക്കിയ സ്ഥലം മേലേക്കാവ് ചുണ്ടേൽ. ഒരേ വീട്ടിൽ നിന്നും ഒരേ ആളുണ്ടാക്കുന്ന പപ്പടം. അതിന്റെ കവറിൽ ഒന്ന് മേലേക്കാവിൽ അമ്മയുടെ പപ്പടം, രണ്ടാമത്തത് മസ്ജിദ്. പപ്പടത്തിൽ വരെ മതം നോക്കി വാങ്ങുന്നവർ അവരിവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെയൊക്കെ സെല്ലിങ് നടക്കുന്നത്. മിക്സി ഒന്ന് ഫുൾ സ്പീഡ് ആക്കിയിട്ട് ബാബയുടെ കൈ ഒന്ന് അതിലിട്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മില്ലിലായാലും മതി. ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലറിൽ ബാബയെന്ന് നിർത്താൻ നോക്കണം. നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രോപ്പറായിട്ട് വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ കരിങ്ങാലി മാല യൂസ് ചെയ്യുന്നത്. ഹേ പ്രിയരെ, ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഇതാണ് സർട്ടിഫൈഡ് കരിങ്ങാലിമാല ഒറിജിനൽ. കരിങ്ങാലിമാല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സൈറ്റുകളിലും നമുക്ക് ഇങ്ങനെ കാണാം. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ചിലപ്പോൾ 60 രൂപയ്ക്കും ഓഫർ പ്രൈസിന് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും സർട്ടിഫൈഡ് അല്ല. ഇത് തന്നെ ഒരു ഫേക്ക് പ്രൊഡക്റ്റ്. ഇതിന് വേറെ ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ഇവരെ ഞാൻ സമ്മതിക്കുന്നു. സർട്ടിഫൈഡ് ആയിട്ടുള്ള കരിങ്ങാലിമാല നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എനർജി
ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സർട്ടിഫൈഡ് ആയിട്ടുള്ള കൈകാര്യമാല അതെങ്ങനെ ISI സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നമ്മുടെ ബോഡിയിലെ എനർജി പ്രോപ്പറായിട്ട് നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രോപ്പറായിട്ട് വന്ന് അതെന്താ അതിനുള്ള ചിപ്പ് വല്ലതുണ്ടോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഐശ്വര്യമണി ചന്ദനമാല എന്റെ മുഖത്തിന്റെ ഐശ്വര്യം. ഇതിന്റെ വില വെറും 5999 രൂപ മാത്രം. പോസിറ്റീവ് എനർജി വന്നില്ല റീഫണ്ട് ഉണ്ടോ? ജീസസ് എന്താ ചട്ടുകം പഴിപ്പിച്ചു വെക്കുന്നുണ്ടോ? ഇതുപോലെ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? ഷെയ്ക്ക് ബേബിന്നോ? ഷേക്ക് ബേബി. ഇതൊക്കെ വേറെ ആരെങ്കിലും കണ്ടാലേ ഞാൻ വേറെന്തെങ്കിലും കാണുന്നില്ല വിചാരിക്ക. പ്രാർത്ഥിക്കുന്നു, അതിനിടയിൽ ഒരാൾ ബോധമില്ലാതെ വീഴുന്നു. എന്താ പറ്റിയ ഹോസ്പിറ്റലിൽ പോണോ? ശരിയല്ല. വീണ്ടും പ്രാർത്ഥിക്കുന്നു, ബോധമില്ലാതെ അതേപോലെ വീഴുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് അടുത്തവൻ വന്ന് പ്രാർത്ഥിക്കണം. ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ്. സംഭവം കൊള്ളാം. പക്ഷെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആള് പോകേണ്ടടുത്ത് പോയി. ഇത് ബാത്റൂമിൽ ഹാർപ്പിക് ഒഴിക്കുമ്പോൾ ഉള്ള കീടാണുക്കളല്ല, ഇതാണ് ഹോളി വാട്ടർ. ദുഷ്ടശക്തികളെയൊക്കെ ഒഴിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഇവർ പിന്നെയും നോർമലായിരുന്നു. ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ സോംബി ആയിട്ട് മാറുന്നത്. 500 രൂപ പേയ്മെന്റിന് എന്തൊക്കെ ചെയ്യണം അല്ലേ? വെള്ളം വീഴാത്ത ഇവരെന്തിനാണ് ഓവർ റിയാക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ആസിഡ് വെച്ചിട്ട് പൊള്ളുന്നതാണോ? നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന്റെ തലേന്ന് കസിനുമാർ ഒരുമിച്ച് കൂടും. കസിൻ അല്ലെ, എത്ര മോശമായ ആചാരമാണത്. ആരാണ് കസിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്? കസിൻ എന്ന് പറഞ്ഞ ആരാ? എന്റെ മൂത്താപ്പാന്റെ മോള്, എന്റെ എളാപ്പാന്റെ മോള്, എന്റെ അമ്മാവന്റെ മോള്, എന്റെ അമ്മായിയുടെ മോള്. കാണൽ ഹറാമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ തിങ്ക് ബ്രെയിൻ ചെയ്യണം. കല്യാണ ചെലവ് ലാഭിക്കാൻ വേണ്ടി ഉസ്താദ് കസിൻസിനെ ബാൻ ചെയ്തതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന്റെ തലേന്ന് കസിനുമാർ ഒരുമിച്ച് കൂടും. കസിൻ അല്ലെ, എത്ര മോശമായ ആചാരമാണത്. കാണലും അതുപോലെ ഇടപഴകലും സംസാരിക്കലും ഒക്കെ ഹറാമാണ്. ഈ വൈദ്യൻ എന്ത് ചികിത്സയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്ക് 1000 രൂപ സമ്മാനം. ചികിത്സയുടെ പേര് വയസ്സാം കാലത്തെ കഴപ്പ്. ഇതൊരു ചികിത്സയായിട്ടല്ല, എനിക്കൊരു അസുഖമായിട്ടാണ് തോന്നുന്നത്. ഇയാളൊക്കെ എടുത്ത് ആരാടാ മക്കളെ കൊണ്ട് പോണേ? അതങ്ങനെ ഒരു കാമവൈദ്യൻ. അപ്പൊ ഇതുപോലത്തെ ഇനി ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.